എന്റെ മകൻ വന്നിട്ടുണ്ട്. ആരാ പറയ്? രാഹുൽ മാങ്കോട്ടില്. ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു. പാലക്കാട് MLA ആയിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടം കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്കു ശേഷം ഇപ്പോൾ മണ്ഡലത്തിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുത്ത അദ്ദേഹം ഇന്ന് KSRTCയുടെ ഒരു AC ലോ ഫ്ലോർ ബസിന്റെ ഉദ്ഘാടന പരിപാടി അതിനെ ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്ന് CPMകാർ പ്രത്യേകിച്ചും DYFIയുടെ സഖാക്കന്മാരൊക്കെ വലിയ പ്രതിഷേധവും പാലക്കാട് ആ പരിപാടിയുടെ ദൃശ്യങ്ങൾ നിങ്ങൾ TV ചാനലുകളിൽ കണ്ടിട്ടുണ്ടാകും. നൂറുകണക്കിന് ആളുകൾ, അതുപോലെ യാത്രക്കാർ, അവിടെ ഉണ്ടായിരുന്ന KSRTC ജീവനക്കാർ, അവരെല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടു കൂടി ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ CPMകാർ അതിനെതിരെ അതിശക്തമായിട്ടുള്ള സമര പരിപാടികളുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. പാലക്കാട് MLA ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത് വെറും അപഹാസ്യമായിട്ടുള്ള നാടകങ്ങളാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ പറയുവാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, CPMന്റെ തന്നെ MLA ആയിട്ടുള്ള കൊല്ലം MLA ശ്രീ മുകേഷിനെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കേരളത്തിലെ സിനിമാ മേഖലയിലടക്കം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള മേഖലകളിൽ നിന്നും ഉണർന്നിട്ടുള്ളത്. അദ്ദേഹം ആദ്യം ഒരു വിവാഹം ചെയ്തു, പ്രമുഖ നടിയായിട്ടുള്ള സരിതയെ വിവാഹം ചെയ്തു. സരിതയുടെ ഇന്റർവ്യൂകൾ നിങ്ങൾ TV ചാനലുകളിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാകും. അതിക്രൂരമായിട്ട് സരിതയെ എല്ലാ ദിവസവും അതിനിന്ദ്യവും നികൃഷ്ടവുമായ രീതിയിൽ അവരെ മർദ്ദിക്കുക മാത്രമായിരുന്നില്ല, 9 മാസം പൂർണ്ണ നിറവയർ ഗർഭിണിയായ സമയത്ത് സരിത എന്ന സ്ത്രീയെ കാറിൽ കൊണ്ടുപോയി ഒരു പാർട്ടി കഴിഞ്ഞതിന് ശേഷം അവർ മടങ്ങാൻ നേരം കാറിലേക്ക് കയറാൻ വന്ന സരിതയ്ക്ക് ഡോറ് തുറന്നു കൊടുക്കുകയും ആ നിറവയറുള്ള ഗർഭിണി ആ കാറിലേക്ക് കയറാൻ നേരം ഇയാൾ കാറ് മൂവ് ചെയ്ത് മുന്നോട്ട് പോയി ആ ഗർഭിണിയായ സ്ത്രീ അവിടെ വീണു. അവരെ വീഴ്ചതിനെ തുടർന്ന് ആ വീഴ്ച ഉണ്ടാക്കിയ ഡ്രൈവർ സീറ്റിലിരുന്ന മുകേഷ് ആനന്ദ നൃത്തമാടി ചിരിക്കുകയായിരുന്നു എന്ന് സരിതയുടെ ഇന്റർവ്യൂവിൽ നമുക്ക് കാണാം. അവരുടെ മക്കൾക്ക് ഭക്ഷണത്തിനുള്ള പണം പോലും കൊടുക്കുന്ന അവസ്ഥയുണ്ടായിരുന്നില്ല. കുട്ടികളുടെ ഭക്ഷണത്തിന് പോലും പണം ഉപയോഗിക്കാത്ത അറുപിശുക്കനായിട്ടുള്ള മുകേഷിനെ പറ്റിയിട്ട് സരിത പറയുന്നു. അതിക്രൂരമായ നിലയിൽ അവരെ നിന്ദ്യമായ രീതിയിൽ ശാരീരികമായിട്ട് എല്ലാ ദിവസവും ഉപദ്രവിക്കുമായിരുന്ന മുകേഷ് എന്ന ഭർത്താവിനെ പറ്റി സരിത എന്ന ഭാര്യയുടെ ഇന്റർവ്യൂ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം മേതിൽ ദേവിക എന്ന് പറയുന്ന